ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒന്നാം പാഠമായിട്ടുള്ള ഏരിയ അഥവാ പരപ്പളവിൻ്റെ ഏറ്റവും അവസാനത്തെ കൺസെപ്റ്റാണ്, അവസാനത്തെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു, ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ഭാഗത്തിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡീറ്റെയിൽഡായിട്ട് അത് തെളിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ആ കൺസെപ്റ്റ് എങ്ങനെ വന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാഠഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാം. റെഡിയാണല്ലോ? ത്രികോണ ഭാഗം അഥവാ ട്രയാങ്കിൾ ഡിവിഷൻ. ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ത്രികോണത്തെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടസിൽ നിന്നോ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നോ എതിർവശത്തേക്ക് ഒരു വര വരച്ചുകൊണ്ട് രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, ABC എന്നൊരു വലിയ ത്രികോണമുണ്ട്. B എന്ന മൂലയിൽ നിന്ന് അല്ലെങ്കിൽ B എന്ന വെർട്ടസിൽ നിന്ന് ഓപ്പോസിറ്റ് വശമായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള എതിർ വശമായിട്ടുള്ള എന്ത് ചെയ്തു, AC ഞാനൊരു വര വരച്ചു. ആ വര വരച്ചുകൊണ്ട് ആ ABC എന്ന വലിയ ത്രികോണത്തെ, ആ വലിയ ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, രണ്ടായിട്ട് ഭാഗിച്ചു. ഏതൊക്കെയാണ്? ABD എന്ന ട്രയാങ്കിളും DBC എന്ന മറ്റൊരു ട്രയാങ്കിളും അല്ലേ. ഇങ്ങനെ കിട്ടുന്ന ഈ രണ്ട് ത്രികോണം അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളുകളുടെ ഏരിയ അഥവാ പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവ തമ്മിലുള്ള റേഷ്യോവും അവ തമ്മിലുള്ള അംശബന്ധവും എന്തിനോട് തുല്യമാണെന്ന് പറയുന്നത്, ഇവിടെയുള്ള രണ്ട് വശങ്ങളിലെ AD എന്ന വശവും DC എന്ന വശവും അതിൻ്റെ റേഷ്യോവിനോട് അല്ലെങ്കിൽ അതിൻ്റെ അംശബന്ധത്തോട് തുല്യമാണെന്നാണ് പറയുന്നത്. ഈ റേഷ്യോ അഥവാ അംശബന്ധം എന്നുള്ളതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? റേഷ്യോ എന്താണ്? നമ്മൾ കുറേ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, കഴിഞ്ഞ 8ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചതാണ്. എന്താ റേഷ്യോ? സിമ്പിളായിട്ട് പറയാം. ഒരു ക്ലാസ്സിലിപ്പോൾ 50 പേരുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണ്, 9ാം ക്ലാസ്സിൽ ഒരു 50 പേരുണ്ട്. അതിൽ 30 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ റേഷ്യോ നമ്മൾ എങ്ങനെ എടുക്കുക? 30:20. 30 പെൺകുട്ടികളും 20 ആൺകുട്ടികളും, അപ്പോൾ 30:20. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഏറ്റവും ലീസ്റ്റ് ഫോമിലേക്ക് ആക്കും. എന്ത് ചെയ്താൽ മതി, 2 10ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പം 30നെയും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 10നെയും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20നെയും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. 20നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അങ്ങനെ ലീസ്റ്റ് ഫോം എത്ര കിട്ടി? 3:2. അതാണ് അതിൻ്റെ റേഷ്യോ അഥവാ അംശബന്ധം. പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ അല്ലേ. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ കേസിലും അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ കേസിലും അവരുടെ, അതായത് ഈ ത്രികോണത്തിൻ്റെ ഏരിയ നമ്മൾ ആ ഡിവൈഡ് ചെയ്ത് ഭാഗങ്ങളാക്കി എടുക്കുന്ന രണ്ട് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവിൻ്റെ റേഷ്യോ എന്തിനോട് തുല്യമാണ്? ആ വശങ്ങളുടെ റേഷ്യോനോട് അല്ലെങ്കിൽ വശങ്ങളുടെ അംശബന്ധത്തിനോട് ഈക്വലാണെന്ന് പറയുന്നത്. അതാണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ കൺസെപ്റ്റ് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് അത് എങ്ങനെയാണ് അങ്ങനെ ആയത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, ട്രയാങ്കിൾ ABC ഉണ്ട്. ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ABCയുടെ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ. ഇത് ടെക്സ്റ്റ് പുസ്തകത്തിലെ ഉദാഹരണം തന്നെയാണ്, ടെക്സ്റ്റ് പുസ്തകത്തിലെ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എത്രയാണ്? ബേസ് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഇതൊക്കെ നമുക്ക് എന്താണ്, ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് ABCയുടെ ഏരിയ കണ്ടുപിടിക്കാം അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ബേസിന് എന്ത് കൊടുക്കാം? എത്രയാണ് തന്നിട്ടുള്ളത്? 6 തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 4. അപ്പോൾ എന്താണ്, ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 എത്രയാണ്? 24. 24ൻ്റെ പകുതി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ഏരിയ എത്ര കിട്ടി? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടിയല്ലോ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ABC എന്ന ത്രികോണത്തിൻ്റെ ഏരിയ. ഇനി ഈ AC എന്ന വശം ഉണ്ടല്ലോ, ഈ AC എന്ന വശത്തിൻ്റെ പകുതി, അതായത് AC എന്ന വശത്തിൻ്റെ പകുതിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മുറിച്ചു. ACയുടെ പകുതി എത്ര? 6 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 3. നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിലിൽ 3 എടുത്തിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ACക്ക് എന്ത് ചെയ്താൽ മതി, പെർപെൻഡിക്കുലർ വരച്ചാൽ മതി അല്ലേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ എന്ത് ചെയ്താൽ മതി, ലംബ സമവാചി വരച്ചാൽ മതി. അതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് അറിയില്ലേ? എന്താ ചെയ്യുക, കോമ്പസിൽ AC എന്ന വശത്തിനെ പകുതിയേക്കാൾ കൂടുതൽ നീളം എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, അതേ ആർക്കിനെ താഴത്തേക്കും വരയ്ക്കുക. ആ ഡിസ്റ്റൻസ് മാറ്റാതെ, അതായത് നമ്മളിപ്പോൾ ഹാഫിനേക്കാൾ കൂടുതൽ ഇവിടേക്ക് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് എടുത്തില്ലേ, ആ ഡിസ്റ്റൻസ് മാറ്റാതെ തന്നെ കോമ്പസിൽ എന്ത് ചെയ്യുക, ഇവിടെ കുത്തിക്കൊണ്ട് അതേ ഇതിൽ ഇങ്ങോട്ട് വരയ്ക്കുക.
ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് ആർക്ക് വരച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റഫായിട്ട് കാണിച്ചതെന്നാണ്. ഒരു കോമ്പസ് എടുക്കുക, കോമ്പസിൽ പകുതിയേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുക, ഒരാർക്ക് ഇവിടെയും വരച്ചു, ഒരാർക്ക് താഴത്തേക്കും വരച്ചു. അതേപോലെ നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഒരാർക്ക് ഇങ്ങോട്ട് വരച്ചു, ഒരാർക്ക് ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന വരയാണ് എന്ത്, ലംബ സമവാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അത് അറിയുന്നതാണ്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ AC-യെ പകുതിയാക്കി മുറിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം, ലംബ സമവാജി വരയ്ക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് സ്കെയിലിൽ 3 എടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ട്രയാങ്കിളിൽ 6 സെൻറ്റിമീറ്റർ അല്ലേ, ഞാൻ എന്ത് ചെയ്തു, സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുത്തു, 3 സെൻറ്റിമീറ്റർ എടുത്തു. H മാറുന്നില്ല, H 4 തന്നെയാണ്. അങ്ങനെ മുറിച്ചിട്ട് ഈ പോയിന്റിലേക്ക്, D എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്തു, ബിയിൽ നിന്ന് ഡിയെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ത്രികോണം ഇവിടെ വരച്ചിട്ടതാണ്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററും റെഡി ആണല്ലോ. ഇത് 3 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ട്രയാങ്കിളുകളുടെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എത്ര കിട്ടി, വലിയ ട്രയാങ്കിളുടെ ഏരിയ എത്ര കിട്ടി, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. ബിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര വരച്ചപ്പോൾ 2 ത്രികോണങ്ങളായിട്ട് അല്ലേ, ABD എന്ന ത്രികോണവും ABD എന്ന ട്രയാങ്കിളും DBC എന്ന മറ്റൊരു ട്രയാങ്കിളും കിട്ടി. ഇനി ഈ 2 ട്രയാങ്കിളുകളുടെ അല്ലെങ്കിൽ ഈ 2 ത്രികോണങ്ങളുടെ ഏരിയ അഥവാ പരപ്പളവ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്, ABD അല്ലേ, ABD ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എത്രയാണ് ഇവിടെ, ABDയുടെ ബേസ് എത്രയാ, 3 സെൻറ്റിമീറ്റർ അല്ലേ, ഹാഫ് ഇൻറ്റു 3 സെൻറ്റിമീറ്റർ. H എത്രയാണ്, 4 തന്നെ, H മാറുന്നില്ല. എന്താണ്, ബേസിനെയാണ്, അതായത് ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് 3 ആക്കി. ആ ബേസിനെയാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 എത്രയായി, 4നെ ഇതിവിടെ കട്ട് ചെയ്യാം, 2. 3 ഇൻറ്റു 2 എത്രയാ, 3 ഇൻറ്റു 2 എത്രയാ, 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഏരിയ കിട്ടിയത്. അപ്പോൾ ട്രയാങ്കിൾ ABDയുടെ ഏരിയ എന്ത് കിട്ടി, 6 സെൻറ്റിമീറ്റർ കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ BDCയുടെ ഏരിയ കണ്ടുപിടിക്കാം. BDC ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെയും ഹൈറ്റ് എന്താണ്, 4 സെൻറ്റിമീറ്റർ തന്നെയല്ലേ. അതായത് DC ആണ് ബേസ്, DCയുടെ ഓപ്പോസിറ്റ് വെക്ടർസ് ഏതാണ്, B. ബിയിൽ നിന്ന് DCയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്, ഇത് തന്നെയല്ലേ. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു വരയാണോ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ വിളിക്കായിട്ടുന്നത്, അല്ല. ഓപ്പോസിറ്റ് വെക്ടർസ് ഏത്, DC ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ DCയുടെ ഓപ്പോസിറ്റ് വെക്ടർസ് ഏതാണ്, അല്ലെങ്കിൽ എതിർമൂലം ഏതാണ്, B ആണ്. ആ ബിയിൽ നിന്ന് DCയിലേക്ക് വരുന്ന ലംബം അല്ലേ, പെർപെൻഡിക്കുലർ. അപ്പോൾ എന്ത് ചെയ്തു, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിന്ന് കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ കൊടുത്തത്. അപ്പോൾ ഇത് തന്നെയാണ് H, അതിൽ ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ 4 തന്നെ. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 എത്ര കിട്ടി, സെയിം അല്ലേ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. എവിടെയാണോ ഈ 2 ഹാഫും 4 കൂടെ വെട്ടിയതാട്ടോ, 4ന്റെ പകുതിയാണല്ലോ ഇത് 2. അപ്പോൾ 3 ഇൻറ്റു 2 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 2 ഏരിയകളും, അതായത് ഇതും 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, ഇതും 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. രണ്ടിൻ്റെയും ഏരിയ എന്താണ്, തുല്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം. റേഷ്യോ ഓഫ് 2 ട്രയാങ്കിൾസ് ഇതാണ് 6:6 അല്ലേ. ഇത് എത്രയാണ്, 6 ഇതും 6. അതിന് ലീസ്റ്റ് അതിന് ഏറ്റവും ചെറിയ ഫോമിലേക്ക് ആക്കുമ്പോൾ എന്താണ്, 2 6 ഡിവൈഡ് ആവൂലേ. അപ്പം എന്താണ്, 1:1. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ത്രികോണത്തിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്തിനോട് തുല്യമായിരിക്കും എന്ന് പറഞ്ഞത്, ഈ 2 സൈഡിൻ്റെയും ലെങ്ത്തിനോട്, അല്ലെങ്കിൽ 2 സൈഡിൻ്റെയും എത്രയാണോ സെൻറ്റിമീറ്റർ ലെങ്ത്, നീളത്തിനോട് തുല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ AD:DC നോക്കാം. റേഷ്യോ ഓഫ് ബേസ് സൈഡ്സ് എത്രയാ, AD:DC എത്രയാ, 3:3 എത്രയാ. അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫോം എത്രയാണ്, 1:1. ഇപ്പം എന്താണ്, 2 ട്രയാങ്കിളുടെ റേഷ്യോയും ഈ 2 വശങ്ങളുടെ റേഷ്യോ എന്താണ്, തുല്യം തന്നെയല്ലേ, 1:1. അപ്പോൾ ഈ കേസിൽ ഓക്കെയാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റുമോ. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കാം. ഒരു ത്രികോണം കൂടി, ഇപ്പം നമ്മളിത് ഈക്വൽ ആയിട്ടല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ ഈ AC എന്ന വശത്തെ, AC എന്താണ്, ഇപ്പം നമ്മൾ 3 ആയിട്ട് കട്ട് ചെയ്ത്, നമ്മൾ എന്ത് ചെയ്തു, 1:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. അതായത് 1ന് 2 ഭാഗവും അടുത്തത് അതിൻ്റെ ഇരട്ടി ഭാഗവും എത്രയാ, 4 എന്നുള്ളത്. അതായത് ഈ 3 എന്നുള്ളത് എന്ത് ചെയ്തു, കുറച്ചും കൂടെ ഇങ്ങോട്ട്, ഈ വര കുറച്ചും കൂടെ ഇങ്ങോട്ടായിട്ട് 2 മുറിച്ചു. അങ്ങനെ നമുക്ക് മുറിച്ചും കൂടി ഒരു ട്രയാങ്കിൾ വരച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാം.
അപ്പോഴും കിട്ടുന്ന റേഷ്യോ, അപ്പോഴും കിട്ടുന്ന അംശബന്ധം ഇതേപോലെ തുല്യമാണോ നമുക്ക് നോക്കാലോ. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നു 3-3 അല്ലേ, രണ്ടും തുല്യമായിട്ടായിരുന്നു. ഇതിനെന്ത് ചെയ്തു, കുറച്ചും കൂടെ ഇങ്ങോട്ട് അല്ലേ 1 സെൻറ്റിമീറ്റർ കൂടെ ഇങ്ങോട്ടാക്കിയിട്ട് 2-4 കട്ട് ചെയ്തു. അതായത് 1:2. ബേസ് സൈഡ് എത്രയാണ്, ഇത് 2 ആണ്, ഇത് 4 ആണ്. ഒന്നിൻ്റെ ഇരട്ടിയാണ്, ഈ വശത്തിൻ്റെ ഇരട്ടിയാണ് ഇത് ഈ വശം. അതാണ് ഞാൻ പറഞ്ഞത് റേഷ്യോ 1:2. അപ്പോൾ നമുക്ക് ആദ്യം റേഷ്യോ എഴുതാം. റേഷ്യോ ഓഫ് ബേസ് സൈഡ്സ് എത്രയാ, AD അല്ലേ, AD:DC. എത്രയായിട്ട് ഇത് എത്രയാ, 2:4. രണ്ടും 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഏറ്റവും ലീസ്റ്റ് ആക്കി 2 എത്ര പ്രാവശ്യം, 1 പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം. അപ്പോൾ എന്താണ് 1:2. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തത് 1:2. നേരത്തെ നമ്മൾ എത്രയിൽ കട്ട് ചെയ്തത് 1:1. തുല്യമായിട്ട് 3-3 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയ എന്തായിരുന്നു, രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ എന്തായിരുന്നു, തുല്യമായിരുന്നു, 6 1:1 ഇനി ഇതും അതേപോലെ തുല്യമായിട്ട് കിട്ടുമോ, ഏരിയ അഥവാ ഏരിയയുടെ റേഷ്യോ അഥവാ അംശബന്ധം എന്താണ്, തുല്യമായിട്ട് കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ തുല്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ. രണ്ട് ത്രികോണങ്ങൾ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് എന്താണ്, ആ ത്രികോണങ്ങളുടെ മുറിച്ച ഡിവൈഡ് ചെയ്ത് കിട്ടിയ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയയും അതിൻ്റെ വശങ്ങളും എന്തായി, വശങ്ങളുടെ റേഷ്യോ എന്തായി, തുല്യമായിട്ട് വന്നു. അപ്പോൾ ഇതും കൂടെ ഓക്കെ ആവണം. ഇതും കൂടെ ഓക്കെ ആവുമോ നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ ABDയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര എവിടെ, 2 സെൻറ്റിമീറ്റർ അല്ലേ, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റോ മറന്നുണ്ടോ, 4 തന്നെ. 2 × 4 എത്രയാ, 8. 8 ഇൻറ്റു ഹാഫ്, അല്ലെങ്കിൽ ഈ 2ഉം ഇവിടെ കട്ടായി പോയി. അപ്പോൾ എത്ര കിട്ടി, 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. റെഡിയാണോ? ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് BDCയുടെ ഏരിയയും കൂടെ കിട്ടണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. എത്രയാ, ഹാഫ് ഇൻറ്റു എത്രയാ, പാദം എത്രയാ, ബേസ് എത്രയാ, 4 സെൻറ്റിമീറ്റർ. 4 ഇൻറ്റു ഹൈറ്റോ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 × 4 4 × 4 16. 16 ഇൻറ്റു ഓഫ് 16ൻ്റെ പകുതി 8. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. 4 എത്രയാ, 2. 2 × 4 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഒന്ന് 4 സെൻറ്റിമീറ്റർ സ്ക്വയറും ഒന്ന് 8 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് കിട്ടിയത്. അപ്പോൾ എന്താണ് റേഷ്യോ ഓഫ് 2 ട്രയാങ്കിൾസ് എത്ര കിട്ടി, ഒന്ന് എത്രയാണ്, 4:8. രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് 4 വെച്ചുകൊണ്ട് ഇതിന് ചെറുതായിക്കൂടെ, 4 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്തു. 4 4 1 പ്രാവശ്യം, 8 2 പ്രാവശ്യം, 1:2. അപ്പോൾ ഇവിടത്തെയും റേഷ്യോ നമുക്ക് എന്താ കിട്ടിയത്, 1:2. അപ്പോൾ എന്താണ് നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം, എ ലൈൻ ഫ്രം ദ വെർട്ടസ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ. അതായത് ഒരു ത്രികോണത്തിലെ ഏത് മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ഒരു വര ഈ വശത്തിന്റെ നീളത്തെയും ത്രികോണത്തിന്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. ത്രികോണ ഭാഗം അഥവാ ട്രയാങ്കിൾ ഡിവിഷനിലെ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്, നമ്മൾ എങ്ങനെയാണ് ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തത്, ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർട്ടസിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്ത്. എന്നിട്ടുള്ള ബന്ധമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ പഠിച്ചത് അല്ലേ. അതിൻ്റെ റേഷ്യോ ഈക്വൽ ആണ്. അങ്ങനെ ഉണ്ടാകുന്ന രണ്ട് ട്രയാങ്കിളുകളുടെയും ആ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെയും റേഷ്യോ എന്താണ്, തുല്യമാണ് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് ആ രണ്ട് ത്രികോണങ്ങളുടെയും ആ എതിർവശത്തെയും ഒരേ അംശബന്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ലൈൻ ഭാഗിക്കുന്നത് എന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റെഡിയാണല്ലോ. ഇനി വെറുതെ ഒരു വര വരയ്ക്കുന്നതിന് പകരം ഇപ്പോൾ 3 മൂലകളുണ്ടല്ലോ, 3 വെർട്ടസുകളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു കോണിൻ്റെ, അതായത് ഇപ്പോൾ ബി എടുക്കുകയാണെങ്കിൽ ആ ബി എന്ന ആംഗിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ അഥവാ കോൺ സമഭാജി വരച്ചുകൊണ്ട് രണ്ട് ത്രികോണങ്ങളാക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ത്രികോണ ഭാഗങ്ങളാക്കുമ്പോൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടോ, അത് തമ്മിൽ എന്തെങ്കിലും അപ്പോൾ കിട്ടുന്ന രണ്ട് ത്രികോണവും ആ സൈഡ്സും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണോ, അതിൻ്റെ റേഷ്യോ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങളുണ്ടോ, അത് നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ബി എന്ന കോണിൻ്റെ കോൺ സമവാചിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ABC എന്ന ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ആംഗിൾ ബൈസെക്ടർ അഥവാ കോൺ സമഭാജി, അതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക?
അതായത് കോൺ സമവാചി കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇതിൻ്റെ മൊത്തം കോൺ 60 ആണെങ്കിൽ അതിനെ 30 നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു അല്ലേ, തുല്യമായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുന്നു. അതെങ്ങനെ വരയ്ക്കുക? ഇപ്പോൾ ഇവിടെ 60 ആണെന്ന് വിചാരിക്കും നിങ്ങൾ, വെറുതെ 60 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്രയാവണം, 30 എന്നായിരിക്കണം. അതാണല്ലോ കോൺ സമവാചി അഥവാ ആംഗിൾ ബൈസെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ നമുക്ക് നോക്കാം, ഈ ബി എന്ന കോണിൻ്റെ ആംഗിൾ ബൈസെക്ടർ അഥവാ കോൺ സമഭാജി എങ്ങനെ വരയ്ക്കാമെന്ന്. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ ബി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസ്റ്റൻസിലേക്ക് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. റെഡിയാണോ? ബി എന്ന പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചു, ഒരു ആർക്ക് വെറുതെ വരച്ചു. റെഡിയാണ്. ഇനി ഈ ഒരു ആർക്കിൻ്റെ 2 പോയിന്റ് കിട്ടിയില്ല നമുക്കിവിടെ. ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ എ ബിയിൽ ഒരു പോയിന്റ് കിട്ടി, ബി സിയിൽ ഒരു പോയിന്റ് കിട്ടി. ആദ്യം എ ബിയിൽ വെച്ചുകൊണ്ട് ഈ വരച്ച ആർക്കിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുക. കോമ്പസിൽ പകുതിയേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് അളവെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരാർക്ക് ഇങ്ങോട്ട് വരച്ചു. ആ അളവ് മാറ്റരുത്, ഇവിടെ എത്രയാണോ വരച്ചത് ആ അളവ് മാറ്റരുത്. അതേപോലെ തന്നെ കോമ്പസ് എന്ത് ചെയ്യുക, ഈ പോയിന്റിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചു അല്ലേ. ഇവിടെ നിന്ന് കോമ്പസ് എടുത്തിട്ട് ഒരാർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ബി ആ പോയിന്റിലേക്ക് കൂട്ടി മുട്ടിച്ചു. ഇപ്പം ഞാനിവിടെ റഫായിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോമ്പസ് ഒക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് വരയ്ക്കുക. എന്താണ്, ബിയിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഈ ആർക്കിൻ്റെ ഹാഫിനേക്കാൾ കൂടുതൽ ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു. ഈ ഇവിടെ നിന്നും ആ ഡിസ്റ്റൻസ് കളയാതെ, കോമ്പസിൽ ആ ഡിസ്റ്റൻസ് കളയാതെ ഈ പോയിന്റിൽ നിന്ന് ഒരാർക്ക് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൂട്ടിമുട്ടി പോയിന്റിലൂടെ ബി വരച്ചു. ഇപ്പം എന്താണ്, ഇപ്പം ബി എന്ന കോണിൻ്റെ എന്ത് കിട്ടി, ആംഗിൾ ബൈസെക്ടർ അഥവാ കോൺ സമവാചി കിട്ടി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്, ഒന്നുകൂടെ മറന്നുപോയവർക്ക് എങ്ങനെയാണെന്നുള്ളതെന്ന് ഓർമ്മപ്പെടുത്തി തന്നുള്ളൂ. ഇപ്പോൾ ഈ കോണും എന്തായിരിക്കും, തുല്യമായിരിക്കില്ലേ? കാരണം മൊത്തം 60 ആണെങ്കിൽ ഇതിപ്പോൾ എത്രയായിരിക്കും, 30 അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആംഗിൾ ബൈസെക്ടർ വരച്ചുകൊണ്ട് ബിയിൽ നിന്ന് ഡിയിലേക്ക് ലൈൻ വരച്ചു. ഇതിൻ്റെ ആംഗിൾ ബി എന്ന ആംഗിളിൻ്റെ ബൈസെക്ടറാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, എ ബി സി എന്ന ട്രയാങ്കിളിനെ 2 ഡിവൈഡ് ചെയ്തു. 2 ട്രയാങ്കിളായിട്ട്, 2 ത്രികോണങ്ങളായിട്ട് ഭാഗിച്ചു. എ ബി ഡിയും ബി ഡി സിയും. റെഡിയാണല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ടെക്സ്റ്റ് പുസ്തകത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വശം എത്രയാണ് തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. ഈ വശം 5 സെൻറ്റിമീറ്റർ ആണെന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ ടെക്സ്റ്റ് പുസ്തകത്തിലെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്നും ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്നും ഓൾറെഡി തന്നതാണ്. ഞാൻ ആദ്യം എഴുതാൻ മറന്നുപോയതായിരുന്നു. ഇത് 4 സെൻറ്റിമീറ്ററും ഇത് 5 സെൻറ്റിമീറ്ററും. റെഡിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എ ബി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ എന്ത് ചെയ്യണം, ബി ഡി സിയുടെ ഏരിയയും കണ്ടുപിടിക്കണം, അഥവാ പരപ്പളവും കണ്ടുപിടിക്കണം. ആകെ നമുക്ക് അറിയുന്ന ഏതാണ്, എ ബി എന്ന നീളവും എന്താണ് ബി സി എന്ന നീളവുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എ ബിയെയും ബി സിയെയും 2 ട്രയാങ്കിളിൻ്റെയും ബേസാക്കി വെച്ചു, അഥവാ പാദമാക്കി വെച്ചു. അപ്പോൾ നമുക്ക് എന്താണ് ഹൈറ്റ് എങ്ങനെ കിട്ടുക, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിയിൽ നിന്ന് ബേസിലേക്ക് പോകുന്നതല്ലേ, എ ബി ആണ് ബേസ്. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് വെർട്ടസ് ഏതാണ്, എ ബി ഡി എന്ന ട്രയാങ്കിളിലെ ഡി അല്ലേ ഓപ്പോസിറ്റ് വെർട്ടസ്. അപ്പോൾ ഡിയിൽ നിന്ന് എ ബിയിലേക്ക് പോകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെയോ ഡിയിൽ നിന്ന് ബി സിയിലേക്ക് പോകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ സ്കെയിലൊക്കെ നോക്കിയിട്ട് പൊട്ടക്ടറൊക്കെ വെച്ചിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, റഫായിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ആംഗിളും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഈ ആംഗിളും ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്, എക്സ് ആണ്. കാരണം നമ്മൾ കോൺ സമവാചി അഥവാ ആംഗിൾ ബൈസെക്ടർ ആണ് വരച്ചില്ലേ. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി നമുക്കറിയാം ആണല്ലോ. ഇപ്പം നമുക്ക് ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ എച്ചും ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ എച്ചും. രണ്ടിൻ്റെയും കാണുമ്പോൾ എന്താണ്, എച്ച് ഒരേപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇത് H1ഉം ഇത് H2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കൊടുക്കാം. ഈ H1 ആണ് എ ബി ഡി എന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ബി ഡി സി എന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് H2. കാണുമ്പോൾ രണ്ടിൻ്റെയും ലെങ്ത് നമുക്ക് എന്താണ്, ഈക്വൽ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈക്വൽ ആണോ നമുക്ക് എന്താണ് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അത് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഈ 2 ത്രികോണം, അതായത് നമുക്ക് ഇവിടെ ഒരു ഇ എന്നും കൊടുക്കാം എഫ് എന്നും കൊടുക്കാം. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഏതൊക്കെയാണ്, ബി ഇ ഡി എന്ന ട്രയാങ്കിളും ബി എഫ് ഡി എന്ന ട്രയാങ്കിളും എന്താണ്, തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, തെളിയിക്കേണ്ടതുണ്ട്. എന്നാലാണ് ഈ 2 വശങ്ങളും എന്താണ്, തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരേപോലെയൊക്കെ തോന്നിയേക്കാം.
എച്ച് ഒരേപോലെയൊക്കെ തോന്നി. പക്ഷെ എന്താണ്, അത് തുല്യ ത്രികോണങ്ങളാണെങ്കിൽ മാത്രമേ ആ എച്ചിൻ്റെ ലെങ്ത് എപ്പോഴും എന്താവുള്ളൂ, ഈക്വൽ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. ഈ കോൺ എന്താണ്, എക്സ് ആണ്. ഈ കോൺ എന്താണ്, എക്സ് ആണ്. കാരണം ഇത് കോൺ സമവാചി അഥവാ ആംഗിൾ ബൈസെക്ടർ വരച്ചതുകൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ രണ്ടും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോണ് അല്ലെങ്കിൽ ഈ ആംഗിൾ, അവശേഷിക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, തുല്യമായിരിക്കില്ലേ? കാരണം എന്താണ്, ഈ ആംഗിൾ എത്രയായിരിക്കും, 180. മൊത്തം ഒരു ത്രികോണത്തിന്റെ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 180 ആണ്. അപ്പോൾ 180യിൽ നിന്ന് ഈ കോണും കൂട്ടിയത് കുറയ്ക്കുന്നതല്ലേ. അപ്പോൾ ഈ കോൺ എത്രയാണ്, 90 ഡിഗ്രി പ്ലസ് എക്സ്. ഈ കോണും കൂടെ കൂടി എത്രയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 180യിൽ നിന്ന് 90 ഡിഗ്രി പ്ലസ് എക്സ് കുറയ്ക്കുന്നതാണ് എന്ത്, ഈ ആംഗിൾ. ഇതും അതന്നെയല്ലേ, ഇവിടെ എത്രയാണുള്ളത്, 90 ഡിഗ്രി, ഇവിടെ എത്രയുള്ളത്, എക്സ്. അപ്പോൾ 180യിൽ നിന്ന് 90 ഡിഗ്രി പ്ലസ് എക്സ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ കോണും എന്താണ്, തുല്യമാണ്. പിന്നെ ഈ ബി ഡി എന്ന വശം അല്ലെങ്കിൽ ബി ഡി എന്ന സൈഡ്, ഈ രണ്ട് ത്രികോണങ്ങൾക്കും എന്താണ്, കോമൺ അല്ലേ? രണ്ട് ത്രികോണങ്ങളിലും ഇല്ലേ, അതായത് ട്രയാങ്കിൾ ബി ഇ ഡിയിലും ട്രയാങ്കിൾ ബി ഡി എഫിലും എന്തുണ്ട്, ഈ ബി ഡി എന്ന ഈ സൈഡ് ഉണ്ട്. അത് കോമൺ സൈഡാണ്, സമമായിട്ടുള്ള വശമാണ്, രണ്ടിലും അടങ്ങിയിരിക്കുന്ന വശമാണ് അല്ലേ. അപ്പോൾ ഇത് ബി ഡി നമുക്ക് കോമൺ സൈഡാണെന്നും പറയാം. മൂന്ന് കോണുകളും തുല്യമാണ്, ഒരു വശവും തുല്യമാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാം, ആ രണ്ട് ത്രികോണങ്ങളും എന്താണ്, തുല്യ ത്രികോണങ്ങൾ അഥവാ ഇക്വലേറ്റർ ട്രയാങ്കിൾസ് ആണെന്ന്. അപ്പോൾ എന്തായിരിക്കും, തുല്യ ആംഗിളുകൾ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് വശം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതും ഈക്വലാണ്, ഇതും തുല്യ ആംഗിളുകളല്ലേ, തുല്യ കോണുകളല്ലേ, എക്സും എക്സും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്, ഈ സൈഡും എന്താണ്, തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, H1 H2 എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, എച്ച് എന്ന് തന്നെ വിളിക്കാം. രണ്ടിൻ്റെയും ഉയരം എന്താ, രണ്ടിൻ്റെയും നീളം എന്താണ്, തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് H1 H2 എന്ന് കൊടുക്കണ്ട, എച്ച് എന്ന് തന്നെ വിളിക്കാം. രണ്ടും എന്താണ്, തുല്യമാണ്. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് എച്ചുമായി നമുക്ക് എന്തായി, ബേസുമായി. റെഡി ആണല്ലോ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ്. ബേസ് എത്രയാ 4 സെന്റിമീറ്റർ. ഹാഫിൻ്റെ 4 ഹൈറ്റ് എത്രയാ, എച്ച്. അപ്പോൾ ഹാഫ് 4h. ഇതെന്താണ്, ഏരിയ ഓഫ്, നമുക്ക് എന്ത് ചെയ്യണം, ബി ഡി സിയുടെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ്. ബേസ് എത്രയാണ്, 5 സെന്റിമീറ്റർ അല്ലേ. ബേസ് എത്രയാണ്, 5 സെന്റിമീറ്റർ. ഹാഫിൻ്റെ 5 ഹൈറ്റ് എത്രയാ, എച്ച് തന്നെ. അപ്പോൾ ഹാഫിൻ്റെ 5 എച്ച് ആണ്. രണ്ട് ട്രയാങ്കിളുകളുടെയും ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഒന്നെന്താണ് ഹാഫ് 4 എച്ച്, ഹാഫ് 5 എച്ച്. അതായത് ഡി ബി സിയുടെ ഏരിയ എന്നാണ് ഹാഫ് 5 എച്ച്, എ ബി ഡിയുടെ ഹാഫ് 4 എച്ച്. അതായത് ഇതിലെ ഹാഫും ഇതിന് നമുക്ക് ഇങ്ങനെ ഇടാം, ഹാഫ് എച്ച് ഇൻറ്റു 4. ഇവിടെ എന്ത് ചെയ്താം, ഹാഫ് എച്ച് ഇൻറ്റു 5. ഇതിൽ ഈ ഹാഫ് എച്ച് എന്ന് പറയുന്നത് ഇതിനും കോമൺ അല്ലേ, രണ്ടിനും തുല്യമല്ലേ. എച്ച് എന്താണ്, ഇവിടെ നമുക്ക് മനസ്സിലായി രണ്ടും തുല്യമാണ്. അത് രണ്ടും തുല്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബി ഇ ഡിയും ബി എഫ് ഡിയും തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമ്മൾ തെളിയിച്ചത്. എല്ലാ കോണുകളും തുല്യമാണ്, ബി ഡി പൊതുവായിട്ടുള്ള വശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് തുല്യ ത്രികോണങ്ങൾ അഥവാ ഇക്വലേറ്റർ ട്രയാങ്കിൾസ് ആണ്. രണ്ട് ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നും തെളിയിച്ചു കഴിഞ്ഞു. റെഡി അല്ലേ? അപ്പൊ എച്ച് രണ്ടിനും തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് എച്ചും രണ്ടിലും സെയിം ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ഹാഫ് എച്ചിനെ രണ്ടെന്നും കളയാം. അപ്പൊ രണ്ടിന്റെ റേഷ്യോ എടുക്കാം. റേഷ്യോ ഓഫ് ടു ട്രയാങ്കിൾസ് എത്ര കിട്ടി നമുക്ക്, 4:5. ഈ രണ്ട് ട്രയാങ്കിളുകളുടെ റേഷ്യോ എന്ത് കിട്ടി, 4:5. ഹാഫ് എച്ച് രണ്ടിലും കോമൺ ആണ്, എച്ചിന്റെ വില രണ്ടിലും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, അതിന് നമ്മൾ ഒഴിവാക്കി 4:5 എന്ന അംശബന്ധത്തിലാണ് ഈ രണ്ട് ത്രികോണങ്ങൾ ഇരിക്കുന്നത്. അത് മനസ്സിലായല്ലോ? ഇനിയാണ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച കൺസെപ്റ്റ്.
ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് അത് മനസ്സിൽ വെച്ചോളൂ, അത് മറന്നു കളയരുത്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ എന്താ കൺസെപ്റ്റ് പഠിച്ചത്? ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഉണ്ടാവുന്ന രണ്ട് ത്രികോണങ്ങളുടെ ഏരിയയുടെ അംശബന്ധം, ഏരിയയുടെ റേഷ്യോ എന്തിനോട് തുല്യമായിരിക്കും? ഈ രണ്ട് സൈഡിന്റെ റേഷ്യോനോടും തുല്യമായിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെ കിട്ടിയിട്ടുള്ളത്? ഒരു വര ഇവിടുന്ന് വരച്ചിട്ട് തന്നെയാണ്. ആ വര എന്താണ്? ആംഗിൾ ബൈസെക്ടർ ഒക്കെ തന്നെ. പക്ഷെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഒരു ലൈൻ ഈ ബി എന്ന വെട്ടസിന്, ബി എന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരച്ചുകൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെയും അംശബന്ധം അഥവാ റേഷ്യോ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 4:5. അപ്പൊ തൊട്ട് മുമ്പ് പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച് എന്തായിരിക്കണം? എ ഡിയുടെയും ഡി സിയുടെയും റേഷ്യോ എന്തായിരിക്കണം? ഈ രണ്ട് സൈഡ്സിന്റെയും റേഷ്യോ എന്തായിരിക്കണം? 4:5 തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റേഷ്യോ ഓഫ് സൈഡ് എ ഡി ഈസ് ടു ഡി സി എന്തിനാണ്? 4:5. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ 4:5 കിട്ടിയത്? ഈ സൈഡ്സും 4:5 എങ്ങനെ കിട്ടിയത്? അത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? എ ഡി ഈസ് ടു ഡി സി 4:5 ആണെന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ഈ ത്രികോണങ്ങളുടെ റേഷ്യോ നമുക്ക് എന്താണ് കിട്ടിയിട്ടുണ്ട്? 4:5 ആണ്. അപ്പൊ നമ്മൾ ആ പഠിച്ച കൺസെപ്റ്റ് അനുസരിച്ച് എന്തായിരിക്കണം? ഈ സൈഡ്സിന്റെ റേഷ്യോ എന്തിനായിരിക്കണം? 4:5. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആശയത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്താം. ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ അതിന്റെ ഒരു കോൺ സമഭാജി വരച്ചുകൊണ്ട് മുറിക്കുന്ന ത്രികോണങ്ങൾ അല്ലെ? കോൺ സമഭാജി വരച്ചുകൊണ്ട് എന്താണ്? നമ്മൾ എതിർവശത്തെ മുറിക്കുകയാണ്. രണ്ട് ത്രികോണങ്ങൾ ആക്കുന്നുണ്ട്. ഈ എതിർവശത്തെ നമ്മൾ എന്താണ്? മുറിക്കുകയാണ്. അപ്പൊ ആ എതിർവശത്തിന്റെ അംശബന്ധം എന്തിനോട് തുല്യമായിരിക്കും എന്നാ പറയുന്നത്? ഈ കോണിന്റെ രണ്ട് വശങ്ങളോട് തുല്യമായിരിക്കും. കാരണം എന്താണ്? ഈ കോണിന്റെ വശങ്ങൾ എത്രയാണ്? 4 ഈ കോണിന്റെ വശം എത്രയാണ്? 5. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്താണ്? എ ബി ഈസ് ടു ബി സി എത്രയാണ്? 4:5 തന്നെയാണ്. ഈ രണ്ട് വശത്തിന്റെ റേഷ്യോ എന്താണ്? 4:5 തന്നെയാണ്. അപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്താം. ഏതെങ്കിലും ഒരു കോൺ സമഭാജി വരച്ചുകൊണ്ട് നമ്മൾ എതിർവശത്തെ മുറിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആ എതിർവശത്തിന്റെ റേഷ്യോ എന്തിനോട് തുല്യമായിരിക്കും? ആ കോണിന്റെ രണ്ട് വശങ്ങൾ. ഈ കോൺ എങ്ങനെയുണ്ടായത്? ബി എന്ന കോൺ എങ്ങനെയുണ്ടായത്? എ ബിയും ബി സിയും ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ കോണിന്റെ വശത്തിന്റെ അംശബന്ധത്തിനോട് തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ പഠിച്ച കൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു ത്രികോണത്തിലെ ഏത് കോണിന്റെയും സമഭാജി എതിർവശത്തെ എങ്ങനെയാണ് ഭാഗിക്കുന്നത്? കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലായിരിക്കും. ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ആംഗിൾസ്. എങ്ങനെയാണ്? ഇൻ എനി ട്രയാങ്കിൾ ബൈസെക്ടർ ഓഫ് എ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ആംഗിൾ. റെഡിയാണോ? കൺസെപ്റ്റ് റെഡിയാണോ? അപ്പൊ നമ്മള് ട്രയാങ്കിൾ ഡിവിഷന്റെ രണ്ട് കൺസെപ്റ്റുകളാണ് പഠിച്ചത്. ഒന്ന് വെറുതെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് ഒരു വര വരയ്ക്കുമ്പോൾ ആ എതിർവശത്തെയും അതുമൂലം ഉണ്ടാകുന്ന ത്രികോണത്തെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നതെന്ന് പറഞ്ഞു, അത് പഠിച്ചു. അതുപോലെ ഇനി ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ കോണിന്റെ സമഭാജി അഥവാ ആംഗിൾ ബൈസെക്ടർ വരച്ചുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, എതിർവശത്തെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ആ എതിർവശത്തിന്റെ റേഷ്യോ എന്തിനോട് തുല്യമായിരിക്കും? ആ കോണിന്റെ രണ്ട് സൈഡ്സിനോടും തുല്യമായിരിക്കും. അപ്പൊ ഈ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു. ഇനി ഇതിലെ ചോദ്യങ്ങൾ എങ്ങനെയാ ചെയ്യാന്നുള്ളത് എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിന് ചോദ്യം എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ്സിനോട് കൂടെ ഒരു ചെറിയ ഐഡിയ തരാം. അധിക പക്ഷവും ചോദിക്കൽ എങ്ങനെയാന്ന് വെച്ചാല് ഈ ട്രയാങ്കിളിന്റെ ഒരളവ് തരും, ഈ ട്രയാങ്കിളിന്റെ എന്ത് തരും? ഏരിയ തരും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ തരും, ഈ ട്രയാങ്കിളിന്റെ ഏരിയ തരും. എന്നിട്ട് ഈ സൈഡ് തരും, ഈ സൈഡും എ ഡി എന്ന സൈഡ് തരും. നമ്മളോട് എന്താ പറയാ? ഡി സി എന്ന സൈഡ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളുകളുടെ ഏരിയയുടെ റേഷ്യോ, ഈ രണ്ട് സൈഡ്സിന്റെ ലെങ്ത്തിന്റെ റേഷ്യോ എന്താണ്? തുല്യമാണെന്ന് അറിയാം. അപ്പൊ ആ റേഷ്യോ എഴുതിക്കൊണ്ട് ഇതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കണ്ടുപിടിക്കും. മനസ്സിലായോ? അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യും? കോൺ സമവാചി, ഇപ്പൊ വെറുതെ ഒരു മൂലയിൽ നിന്ന് ഒരു വര വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ രണ്ട് ട്രയാങ്കിളിന്റെ റേഷ്യോ ഈ രണ്ട് സൈഡ്സിനോട് തുല്യമാകുന്നത്. ഇനി അത് കോൺ സമവാചി ആണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ഈ രണ്ട് സൈഡുകളുടെ റേഷ്യോ എന്തിനോട് തുല്യമായിരിക്കും? ഈ രണ്ട് വശങ്ങളോട് തുല്യമായിരിക്കും. രണ്ട് വശങ്ങളുടെ റേഷ്യോനോട് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അംശബന്ധത്തിനോട് തുല്യമായിരിക്കും. അങ്ങനത്തെ ചോദ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.